നമസ്കാരം. സ്പോൾ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ IAS തലപ്പത്തുള്ള പോര് അസാധാരണ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഈ വിഷയമാണ് സ്പോൾ ലൈവ് ഇന്ന് ആദ്യം പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് തന്നെ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് എൻ പ്രശാന്ത് IAS. തൻ്റെ 7 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ചാർജ് മെമ്മോയ്ക്ക് വിശദീകരണം നൽകാം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇതോടെ IAS ചേരിപ്പോര് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അരുൺ, കഴിഞ്ഞ കുറേ നാളുകളായി IAS തലപ്പത്തെ ചേരിപ്പോര് നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഉയർന്നു വന്നിട്ടുള്ള പേരുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ വിഷയങ്ങൾ മാറി മറിയുന്നു. പ്രത്യേകിച്ച് ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകേണ്ടതിന് പകരം ചീഫ് സെക്രട്ടറിയോട് തിരിച്ച് വിശദീകരണം ചോദിക്കുകയാണ് പ്രശാന്ത് IAS ചെയ്തിട്ടുള്ളത്. ഏത് പശ്ചാത്തലത്തിൽ ആണ് ഇങ്ങനെയൊരു നീക്കം? ഈ നീക്കത്തെ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്? അഭിലാഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ ചേരിപ്പോര് IAS തലപ്പത്തെ ചേരിപ്പോര് സമാനതകളില്ലാത്ത തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്തെ സിവിൽ സർവീസ് ചരിത്രത്തിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഒരു ചീഫ് സെക്രട്ടറി പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയാണ്. അത്തരം ഒരാൾ നൽകുന്ന ഒരു വിശദീകരണ കത്തിന് അല്ലെങ്കിൽ ചാർജ് മെമ്മോയ്ക്ക് അവരോട് അല്ലെങ്കിൽ അദ്ദേഹത്തോട് അതേ രീതിയിൽ മറുപടി ചോദിച്ചുകൊണ്ട് കത്തിന് മറുപടി നൽകുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിനപ്പുറത്തേക്ക് അവരോട് വിശദീകരണം ചോദിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും ആകാത്തൊരു നടപടി. അതാണ് എൻ പ്രശാന്ത് IAS ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇനി ഇല്ല, സർവീസിൽ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു നീക്കമായി വേണം എൻ പ്രശാന്തിന് ഇപ്പോഴത്തേക്കും കാണേണ്ടത്. നമുക്കറിയാം, എൻ പ്രശാന്ത്, ഗോപാലകൃഷ്ണൻ, ഡോക്ടർ A ജയതിലക്, ഈ 3 ഉദ്യോഗസ്ഥരെ ചുറ്റിപ്പറ്റിയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി വിവാദമുണ്ടാകുന്നത്. ഒരു വശത്ത് ജയതിലകും ഗോപാലകൃഷ്ണനും, മറുവശത്ത് എൻ പ്രശാന്തും. ആ രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. ജയതിലക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്, മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരാളാണ്. അതിലും താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്, സ്പെഷ്യൽ സെക്രട്ടറി മാത്രമാണ് എൻ പ്രശാന്ത്. ആ എൻ പ്രശാന്താണ് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് പകരം വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള 7 കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തിന് മറുപടി വേണ്ടത്. അദ്ദേഹം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നത്. ഇപ്രകാരം ഇത്തരം ചോദ്യങ്ങളാണ്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ജയതിലകും ഗോപാലകൃഷ്ണനും പരാതി നൽകിയിട്ടില്ല. പിന്നെ സർക്കാർ സ്വന്തം നിലയിൽ ചാർജ് മെമ്മോ നൽകുന്നത് എന്തിനാണ്? ഇതാണ് എൻ പ്രശാന്തിൻ്റെ ആദ്യത്തെ ചോദ്യം. സസ്പെൻഡ് ചെയ്യുന്നതിനും ചാർജ് മെമ്മോ നൽകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് തൻ്റെ ഭാഗം കേട്ടില്ല എന്നും പ്രശാന്ത് ചോദിക്കുന്നു. ചാർജ് മെമ്മോയ്ക്കൊപ്പം വച്ച തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ആരാണ് ശേഖരിച്ചത്? ഏത് സർക്കാർ ഉദ്യോഗസ്ഥനെയാണ് സർക്കാർ അത് ചുമതലപ്പെടുത്തിയത്? ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് അത് ശേഖരിച്ചത് എന്ന് വളരെ വ്യക്തമായി പ്രശാന്ത് ചോദിക്കുന്നു. തനിക്ക് കൈമാറിയ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ്. അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു IAS ഉദ്യോഗസ്ഥനോട് ചാർജ് മെമ്മോ നൽകുമ്പോൾ തെളിവായി സ്വീകരിക്കാൻ കഴിയുമോ? അതാണ് പ്രശാന്തിൻ്റെ മറ്റൊരു സംശയം. ഇതിന് ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്ന് പ്രശാന്ത് ആവശ്യപ്പെടുന്നു. IT നിയമപ്രകാരം ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകൾ സർട്ടിഫൈ ചെയ്ത് കൃത്രിമം നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാജ സ്ക്രീൻഷോട്ടാണോ തനിക്ക് ചാർജ് മെമ്മോയ്ക്കൊപ്പം ചീഫ് സെക്രട്ടറി നൽകിയതെന്ന് വലിയ ഗുരുതരമായ ഒരു സംശയവും പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്നു. പ്രശാന്തിൻ്റെ സംശയങ്ങൾ ഒരുപക്ഷെ നിലനിൽക്കുന്നതാകാം, അല്ലെങ്കിൽ അതിന് സാങ്കത്യമുള്ളതാകാം. പക്ഷേ ചീഫ് സെക്രട്ടറി ഒരു വിശദീകരണം ചോദിക്കുമ്പോൾ, ഒരു കുറ്റ ആരോപണ മെമ്മോ നൽകുമ്പോൾ അതിന് മറുപടി നൽകാതെ അതിനു പകരം 7 ചോദ്യങ്ങൾ ചീഫ് സെക്രട്ടറി ചോദിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അത് ആ രീതിയിൽ തീർത്തും പുതിയൊരു സംഭവമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതാണല്ലോ അരുൺ, അതായത് ഒരു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആൾ ആണ് വിശദീകരണം ചോദിക്കുന്നത്. സാധാരണ നമുക്കറിയാം, മേലുദ്യോഗസ്ഥർ കീഴ് ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുക എന്നത് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനപ്പുറത്തേക്കൊരു പദവിയില്ല. അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ വിശദീകരണം ചോദിക്കുമ്പോൾ അതിന് മറുചോദ്യങ്ങൾ മറുപടിയായി നൽകുന്നു. ഇത് ഈ ഉദ്യോഗസ്ഥ തലത്തിനപ്പുറത്ത് സർക്കാർ സംവിധാനങ്ങളെ ഒന്നാകെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടോ? സർക്കാർ ഈ വിഷയത്തെ നേരത്തെ തന്നെ നിരീക്ഷിച്ചു തുടങ്ങിയതാണല്ലോ. പക്ഷേ അവിടെ സർക്കാരിന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് അരുൺ. അഭിലാഷ, തീർച്ചയായിട്ടും ഒരു സംവിധാനത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ് എൻ പ്രശാന്ത്. IASന്റെ
സിവിൽ സർവീസിന് കൃത്യമായ നിയമങ്ങളുണ്ട്, അവർക്ക് അവരുടെ കൃത്യമായ ചിട്ടകളുണ്ട്. അതിന് പുറത്തേക്ക് പോകുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ എൻ പ്രശാന്ത് നടത്തുന്നത്. സ്വാഭാവികമായും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അന്തിമ നടപടി സ്വീകരിക്കേണ്ട കേന്ദ്ര സർക്കാരാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോഴും സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്, ഭരണ സംവിധാനങ്ങൾ ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രശാന്ത് നടത്തുന്ന പോരാട്ടം അത് സിവിൽ സർവീസിനുള്ളിൽ നിന്ന് ഉള്ള ഒരു ഫൈറ്റ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പ്രശാന്ത് മറ്റു ചില വഴികൾ മുന്നിൽ കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു ചില വാതിലുകൾ പ്രശാന്തിന് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് വ്യക്തമാണ്. അതിൻ്റെ ധൈര്യത്തിലുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ചീഫ് സെക്രട്ടറി വെല്ലുവിളിച്ചും സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ ഒന്നാകെ വെല്ലുവിളിച്ചും എൻ പ്രശാന്തിന് മുന്നോട്ട് പോവുക എളുപ്പമല്ല. അദ്ദേഹം ഒരുപക്ഷെ അത് ആഗ്രഹിക്കുന്നുമുണ്ടാകില്ല. നമുക്കറിയാം, ജയതിലകനെതിരായ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ തന്നെ അത് ശരിയായ നീക്കമല്ല ഉദ്യോഗസ്ഥർ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ എൻ പ്രശാന്തിനോട് വിശദീകരണം തേടാൻ ചീഫ് സെക്രട്ടറി തീരുമാനിച്ചത്, അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷവും നിരന്തരം എൻ പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ജയതിലകനും അതുപോലെ ഗോപാലകൃഷ്ണനെതിരെയുള്ള വിമർശനങ്ങൾ തുടർന്നു. അതോടുകൂടിയാണ് ചാർജ് മെമ്മോ നൽകുന്നത്. അപ്പോൾ തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനം പ്രശാന്ത് നടത്തിയെന്ന് സർക്കാരിന് ചീഫ് സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടതാണ്. അവിടെയും തീരുന്നില്ല പ്രശാന്തിൻ്റെ റിബൽ നീക്കങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ IAS ചട്ടങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും കുറിപ്പിടുന്നെങ്കിൽ പോലും, കോടതിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് കുറിപ്പിടുന്നെങ്കിൽ പോലും സ്വാഭാവികമായും അതിനപ്പുറത്തെ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ പുറത്തേക്ക് പോകാനുള്ള വഴി തുറക്കുകയാണെന്ന കാര്യമാണ് പൊതുവിൽ നമുക്ക് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും പ്രശാന്തിനെതിരെ കടുത്ത നടപടി ഉണ്ടാകും. അത് വൈകാതെ ഉണ്ടായേക്കും. ചീഫ് സെക്രട്ടറിയോട് പോലും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് വിശദീകരണം ചോദിച്ച ചാർജ് മെമ്മോയ്ക്ക് ഉത്തരം നൽകുന്നതിന് പകരം ഒരു കെട്ട് ചോദ്യങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് മുമ്പാകെ എറിഞ്ഞു കൊടുത്തിട്ട് അതിന് മറുപടി പറയണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സ്പെഷ്യൽ സെക്രട്ടറി, അദ്ദേഹം IAS ശ്രേണിയിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീനേക്കാൾ വളരെ താഴ്ന്ന പദവിയിലുള്ള ആളാണ്. അത്തരം ഒരാൾ ഇത്തരം ഒരു റിബൽ നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും കൃത്യമായ നടപടി ഉണ്ടാകും. അത് ഏതു തരത്തിലാണ് എന്നുള്ളത് വൈകാതെ അറിയാൻ കഴിയും. കടുത്ത നടപടിയിലേക്ക് തന്നെ തീർച്ചയായും. അവിടെ അരുൺ, ഒരു കാര്യം കൂടി, സാധാരണ നിലയിൽ ഇത്തരം ഈ വിശദീകരണമൊക്കെ തേടുമ്പോൾ അതിനും ഒരു സമയപരിധിയുണ്ട്. ഒരു പക്ഷേ ഒരല്പം ദീർഘിപ്പിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എങ്കിൽ അത് പരിശോധിക്കാം. അങ്ങനെയൊക്കെയാണ് സാധാരണ വിശദീകരണത്തിന് മറുപടി നൽകുക. അതിന് കാലതാമസമൊക്കെ ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഇതിപ്പോൾ വളരെ വിചിത്രമായൊരു സാഹചര്യം ആണുള്ളത്. വിശദീകരണം തേടിയ വ്യക്തിയോട് തിരിച്ചു വിശദീകരണം തേടുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു, അതും ഉന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയോട്. അപ്പോൾ ഇതിലൊരു സമയക്രമം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിന് ശാരദാ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ മറുപടി ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല. മാത്രവുമല്ല, ഈ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പല അഭിമുഖങ്ങളിലും അദ്ദേഹം IAS എന്ന പദവിയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള പ്രിവിലേജ്, അത് ഉദ്യോഗസ്ഥ തലത്തിലെ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് സിവിൽ സർവീസിനുള്ള പ്രിവിലേജുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റ് സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമാണത് എന്ന് പറയുന്നുണ്ട്. വെറുതെ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർക്ക് കീഴുദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാരണം കാണിക്കാൻ നോട്ടീസൊക്കെ നൽകുമ്പോൾ പോലും അതിന് കൃത്യമായ പ്രിവിലേജുകൾ ഉണ്ട് എന്ന തരത്തിലൊക്കെ അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത് നമ്മളും ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പര്യവസാനം എന്നത് ഏത് നിലയിലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അരുൺ? ഒന്നുകിൽ കോടതി പോലുള്ള സംവിധാനങ്ങളെ വിശ്വസിച്ചായിരിക്കണം ഇത്തരത്തിൽ എൻ പ്രശാന്തിൻ്റെ നീക്കങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം സർവീസിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറാണ്. മറ്റേതോ വഴി അദ്ദേഹത്തിന് മുന്നിൽ തുറന്നിട്ടിരുന്നില്ല. പല അഭ്യൂഹങ്ങളും പലതരത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ആദ്യ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് വലിയൊരു രാഷ്ട്രീയ നീക്കമെന്ന് പോലും കരുതാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ അദ്ദേഹം നടത്തിയത്. അന്ന് ആ സർക്കാരിന് തിരിച്ചടിയാകും ആ വിഷയമെന്ന് വലിയ വിമർശനം ഉയർന്നു വന്ന, അല്ലെങ്കിൽ ആശങ്ക ഉയർന്നു വന്നു. പക്ഷേ അത് ബാധിച്ചത് മേഴ്സിക്കുട്ടി അമ്മ എന്ന അന്നത്തെ ഫിഷറീസ് മന്ത്രിയെ മാത്രമായിരുന്നു. പക്ഷേ അതിനുശേഷവും അദ്ദേഹം സർക്കാർ സർവീസിൽ തുടർന്നു. ഇപ്പോൾ ഈ ഭരണ സംവിധാനത്തെ ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ട് IAS ഉദ്യോഗസ്ഥരെ, ചീഫ് സെക്രട്ടറിയെ അടക്കം ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ട് നീക്കമാണ് നടത്തുന്നത്. അതിന് അദ്ദേഹത്തെ എത്രത്തോളം പിന്തുണ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി സ്വാഭാവികമായും IAS കൂട്ടായ്മയാണ്, അവിടെ നിന്ന് പോലും ഒരു പിന്തുണ പ്രശാന്തിന് ലഭിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല. അതിനപ്പുറത്തേക്കുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ പിന്തുണയോ അല്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള അനുകൂല നീക്കങ്ങളോ ഒക്കെ ഒരുപക്ഷെ
ഒരുപക്ഷെ പ്രശാന്ത് പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അതുമല്ലെങ്കിൽ പരമാവധി പോരാട്ടം നടത്തുക, അതിനുശേഷം സർവീസിൽ നിന്ന് പുറത്തേക്ക് പോവുക, അതുതന്നെയാകാം പ്രശാന്ത് ഒരുപക്ഷെ ലക്ഷ്യം വയ്ക്കുന്നത്. അദ്ദേഹത്തിന് മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ഈ കാര്യത്തിൽ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരം പല അഭ്യൂഹങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഏതായാലും പ്രശാന്ത് തന്നെയാണ് അക്കാര്യം വിശദീകരിക്കേണ്ടത്. അദ്ദേഹം സർവീസിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഒരു ഘട്ടത്തിലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അഭിലാഷ് സൂചിപ്പിച്ച പോലെ IAS ഉദ്യോഗസ്ഥന്, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് തൻ്റെ സർവീസിൽ നിന്ന് ലഭിക്കുന്ന തൻ്റെ സർവീസ് IAS ഉദ്യോഗസ്ഥൻ ലഭിക്കുന്ന പ്രിവിലേജുകൾ മാത്രം അതിൻ്റെ നിയമപരമായ വശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് താൻ പൊരുതുന്നത് എന്ന നിലപാട് തന്നെയാണ് പ്രശാന്ത് ഇപ്പോഴും സ്വീകരിക്കുന്നത്. എത്രത്തോളം അദ്ദേഹത്തിന് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയും, എത്രത്തോളം അദ്ദേഹത്തിന് പ്രിവിലേജിൻ്റെ ഒരു സംരക്ഷണം കിട്ടുമെന്നൊക്കെ കണ്ടറിയണം. കാരണം എതിർവശത്തുള്ളതും സമാനമായ പദവിയുള്ള, സമാനമായ ബിരുദത്തിൻ്റെ ആ ഡിഗ്രിയുടെ ശക്തിയുള്ള, പതിറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസ് ഉള്ള, സർവീസുള്ള ഉദ്യോഗസ്ഥരാണ്. അവർ വെറുതെ ഇരിക്കില്ല. സ്വാഭാവികമായും ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ വെല്ലുവിളിച്ച, ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ എല്ലാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നടപടിയെടുക്കാൻ തന്നെയാകും ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തെ അവരെ അനുകൂലിക്കുന്നവരും നിൽക്കുക. അതിന് IAS സമൂഹത്തിൻ്റെ പിന്തുണ കൂടി ഒരുപക്ഷെ ചീഫ് സെക്രട്ടറിക്കൊപ്പമായിരിക്കാം. കാരണം ഇത്തരത്തിൽ ഒരു കീഴുദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി പോലുള്ള ഏറ്റവും ഉന്നതയായ ഒരു ഉദ്യോഗസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നത് ഒരു സർക്കാർ സർവീസിലും അച്ചടക്കമുള്ള ഒരു സർവീസിലും സ്വീകരിക്കാൻ കഴിയുന്ന, നിലനിർത്താൻ കഴിയുന്ന ഒരു നീക്കമായി പ്രശാന്തിൻ്റെ നീക്കത്തെ IAS കേന്ദ്രങ്ങൾ തന്നെ കാണില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് പ്രശാന്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നീക്കം തന്നെയാകും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഭാഗത്തുണ്ടാവുക. പ്രശാന്തിന് ഇപ്പോഴത്തെ വിശദീകരണ കത്തിനൊന്നും ഒരു കാരണവശാലും ചീഫ് സെക്രട്ടറി മറുപടി നൽകില്ല. അത് അവർക്ക് നൽകേണ്ട നിയമപരമായ, ഉദ്യോഗപരമായ ബാധ്യതയും അവർക്കില്ല. തീർച്ചയായും എന്തായാലും IAS തലപ്പത്തെ ചേരിപ്പോര് അത് മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. അവിടെ പ്രശാന്തിൻ്റെ ലക്ഷ്യം എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തത കൈവരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ആ പദവിക്കുള്ളിൽ നിന്നുകൊണ്ട് പൊരുതാൻ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ, അതിനപ്പുറത്ത് പദവിയിൽ നിന്ന് പുറത്തു വന്ന മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ തനിക്ക് പിന്നിൽ ഉണ്ടോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. അങ്ങനെ സിവിൽ സർവീസ് മേഖലയിൽ നിന്ന് അടക്കം രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ടുള്ള നിരവധിയായ ആളുകൾ ഉണ്ട് എന്നതും നമുക്കറിയാം. പക്ഷേ അതാണോ പ്രശാന്തിൻ്റെ ലക്ഷ്യം എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാനാവില്ല. എന്തായാലും ഈ വാദപ്രതിവാദങ്ങൾ തുടരുക തന്നെ ചെയ്യും. എന്തായിരിക്കും ഇതിൽ ചീഫ് സെക്രട്ടറിയുടെ മറുപടി, അതിനുശേഷമുള്ള പ്രശാന്തിൻ്റെ നിലപാടെന്ത് എന്നതെല്ലാം വളരെ ശ്രദ്ധേയമാവുകയാണ്. സ്പോട്ട് ലൈവ് മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, മുനമ്പത്തെ ഭൂമി മഹാരാജാവ് പാട്ടത്തിന് നൽകിയതാണ് എങ്കിൽ അത് വഖഫ് ഭൂമി ആകില്ല എന്ന് വഖഫ് ട്രിബ്യൂണൽ. മഹാരാജാവ് ഭൂമി സിദ്ദിഖ് സേട്ടിന് നൽകിയതിൻ്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു. മുനമ്പത്തെ ഭൂമി ഇഷ്ടദാനം കിട്ടിയത് എന്ന നിലപാട് ട്രിബ്യൂണൽ സിറ്റിംഗിൽ ഫാറൂഖ് കോളേജ് ആവർത്തിക്കുകയും ചെയ്തു. വഖഫ് സംരക്ഷണ സമിതി കേസിൽ കക്ഷി ചേരുന്നതിനെ ഫാറൂഖ് കോളേജ് എതിർത്തു. മുനമ്പം ഭൂമി വഖഫ് ഭൂമി തന്നെയാണ് എന്ന് സേഠ് കുടുംബത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഇതുവരെ പറയാത്ത വാദം ആണ് ഫാറൂഖ് കോളേജ് ഇന്ന് ഉന്നയിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്നുള്ളതിന് 100% ഉറപ്പാണ്. 1952 ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഭൂമി ഞങ്ങൾ ടൈറ്റിൽ ഡീഡോട് കൂടി ഞങ്ങൾ ഫറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ഭൂമിയാണ്. അത് ഞങ്ങൾക്ക് പ്രയർ ടൈറ്റിൽ ഡീഡുണ്ട്, അതായത് മുന്നാധാരമുണ്ട്, ആധാരമുണ്ട്, എല്ലാമുണ്ട്. ഇപ്പോൾ ഫറൂഖ് കോളേജ് ഈ സ്റ്റാൻഡ് എടുക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഫറൂഖ് കോളേജിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഭൂമി വഖഫ് അല്ല എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നാണ്. ഫറൂഖ് കോളേജിന് തന്നെ കേസില്ല. ഞങ്ങൾ ഇതിന്റെ സത്താർ സേട്ടോ സിദ്ദീഖ് സേട്ടോ അവരുടെ പിൻഗാമികളോ ഇതിന്റെ ഉടമസ്ഥരാണ് അല്ലെങ്കിൽ ഉടമസ്ഥരല്ല എന്ന കേസ് ഫറൂഖ് കോളേജിനില്ല. പക്ഷേ ഇന്ന് ഫറൂഖ് കോളേജിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവരുടെ ഉടമസ്ഥൻ തന്നെ ചോദ്യം ചെയ്യുക എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു കേസ് നിലവിൽ ഒരു കോടതിക്ക് മുമ്പിലില്ല. നോർത്ത് പറവൂർ സബ് കോർട്ട് ഞങ്ങളാണ് ഇതിന്റെ ഉടമസ്ഥർ, ഞങ്ങൾക്ക് ഇത് ഗിഫ്റ്റ് ഡീഡ് കിട്ടിയതാണ് എന്ന് ഡിക്ലെയർ ചെയ്ത ഉത്തരവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് മുന്നാധാരങ്ങളുണ്ട്, ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴാണ് കോടതി ഒരു ഉത്തരവൊന്നുമല്ല, കോടതി ഒരു നിർദ്ദേശം വാക്കാൽ പരാമർശിച്ചതാണ്. 1902 ഏത് തരത്തിലുള്ള ഉത്തരവാണ് അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് ഏതാണ്, അതുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഈ കേസ് തീർപ്പാക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞു വെച്ചതാണ്. അല്ലാതെ ഒരു ഉത്തരവൊന്നും കോടതിയുടെ ഇല്ല. മുനമ്പത്തെ ഭൂമി വഖഫാണോ വഖഫ് അല്ലേ എന്നുള്ള കേസാണ് നിലവിലുള്ളത്. പക്ഷെ അതിനെ ഇത്തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ചില താല്പര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഫറൂഖ് കോളേജിന്റെ ഈ സ്റ്റാൻഡ്
സംശയിക്കപ്പെടേണ്ടതാണ്. 1952 ഈ ഡോക്യുമെന്റ് വെച്ച് നമ്മൾ ഫറൂഖ് കോളേജിന് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു. ഫറൂഖ് കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന മിസ്ലാച്ചാണ്, മിസ്റ്റേക്കാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഉണ്ടാകുന്നത്. അവർക്ക് ഇപ്പോൾ ഏതെങ്കിലും രീതിയിലും കൈ കഴുകിയാൽ മാത്രമാണ് ഈ പറയുന്ന വഖഫ് ഭൂമി അല്ല എന്ന് ഡിക്ലെയർ ചെയ്താൽ മാത്രമാണ് ഫറൂഖ് കോളേജ് വഖഫ് ഭൂമി കൈമാറ്റം ചെയ്തു എന്നുള്ള കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാവുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഈ നടക്കുന്നതെല്ലാം. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളാണ് ഇതിന്റെ പൊസഷൻ, ഓണർഷിപ്പ് എന്ന് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല അത്. ഞാനതാണ് കോടതി പറഞ്ഞത്. ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അതിന്റെ ബേർഡൻ ആരാണോ കോടതിയെ സമീപിച്ചത് അവരുടെ ഉത്തരവാദിത്തമാണ് ആ ഡോക്യുമെന്റ് ഹാജരാക്കുക എന്നുള്ളത്. യെസ്, ഇപ്പോൾ ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, മുനമ്പത്തെ ഭൂമി മഹാരാജാവ് പാട്ടത്തിന് നൽകിയതാണെങ്കിൽ അത് വഖഫ് ഭൂമി ആകില്ല എന്ന് വഖഫ് ട്രിബ്യൂണൽ വാക്കാൽ പരാമർശിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഡീലുകൾ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോക്യുമെന്റുകൾ കൃത്യമായി സബ്മിറ്റ് ചെയ്യുക എന്നത് ഇരുവിഭാഗങ്ങൾക്കും ശ്രമകരമായിരിക്കും. പക്ഷേ സിദ്ദിഖ് സേട്ടിന് ഈ ഭൂമി നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകളും അതിൻ്റെ പിന്തുടർച്ച അവകാശികൾ എന്ന് ഇപ്പോൾ അവകാശപ്പെടുന്നവരുമൊക്കെ അവർക്ക് അവരുടെ രേഖകൾ ഉണ്ട് എന്ന വാദത്തിലാണ് നിൽക്കുന്നത്. ഇനി ഈ രേഖകൾ സമർപ്പിക്കാൻ ഫറൂഖ് കോളേജിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് അത്തരത്തിൽ ഒരു രേഖ അല്ലെങ്കിൽ വിവരങ്ങൾ ഫറൂഖ് കോളേജിന് ട്രിബ്യൂണലിന് മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കുക? അഭിലാഷ്, ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നം അത് ഇപ്പോൾ രേഖകൾ കിട്ടിയാൽ, നേരത്തെ സത്താർ സേട്ടിൻ്റെ അടക്കമുള്ള ഈ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ രേഖകൾ കിട്ടിയാൽ അത് എളുപ്പത്തിൽ അതിനൊരു തീരുമാനമാകുമല്ലോ എന്ന ഉദ്ദേശമാണ് ട്രിബ്യൂണലിനുള്ളത്. അതുകൊണ്ടാണ് ഈ രേഖകൾ ചോദിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള രേഖകളാണ്. 1902 ഈ ഭൂമി കൈമാറ്റം, അതായത് ഇഷ്ടദാനമായി സത്താർ സേട്ടിൽ നൽകിയതെന്ന് പറയുന്നത്. ഗുജറാത്തുകാരനായി സത്താർ സേട്ട് ഇവിടേക്ക് വരുന്നു, ഈ കൃഷി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥലത്തിന് സമീപിക്കുന്നു. അന്നത്തെ മഹാരാജാവ് ഇത് ഭൂമി ഇഷ്ടദാനമായിട്ട് കൈമാറിയെന്നു പറയുന്നത് 1902. ഇതിനുശേഷം പിന്നീട് വരുമ്പോഴാണ് 1948 സത്താർ സേട്ടിൻ്റെ മകന് സിദ്ദിഖ് സേട്ടിലേക്ക് ഈ ഭൂമി ഇത് കൈമാറ്റം ചെയ്ത് നൽകുന്നു എന്ന് പറയുന്നത്. അതിനുശേഷം 1952 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഇതിൻ്റെ നടപടിക്രമങ്ങളടക്കം പൂർത്തിയായതായി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങുന്ന ഒരുപക്ഷെ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് 1952 ഇത് രജിസ്ട്രേഷൻ സംബന്ധിയായ കാര്യങ്ങൾ തൊട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രിബ്യൂണൽ ചോദിച്ചിരിക്കുന്നത് അതിന് മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുക എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് എത്ര കണ്ടാണ് അത് അത്തരം രേഖകളിലേക്ക് പോകാൻ കഴിയുക എന്നതൊരു ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ, അതോടൊപ്പം തന്നെ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബം പറയുന്നു, തങ്ങളല്ല കോടതിയെ സമീപിച്ചത്. ഈ രേഖകളുമായി എത്തേണ്ട ഒരു കാര്യങ്ങൾ ഇത് കോടതിയെ സമീപിച്ചവർക്ക് തന്നെയാണ് അത്തരം രേഖകൾ കൊടുക്കേണ്ടത്. തങ്ങളുടെ കൈവശം ഈ 52 ഈ 48 മുതൽ 52 വരെയൊക്കെയുള്ള ഈ ഒരു കൈമാറ്റത്തിൻ്റെതായ പ്രോസസ്സ് നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള എല്ലാവിധ രേഖകളും തങ്ങൾക്ക് കൈവശമുണ്ട് എന്ന് തന്നെ അവർ സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് വഖഫ് ഭൂമി തന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ വാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അവർക്ക് തലയൂരാൻ വേണ്ടി മാത്രമാണ് എന്ന് ഈ കുടുംബത്തിൻ്റെ സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നു. കുടുംബത്തിൻ്റെ വാദവും അതുതന്നെയാണ്, ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇന്ന് ട്രിബ്യൂണലിൽ വഖഫ് ഭൂമി സംരക്ഷണ സമിതി അവരിൽ കക്ഷി ചേരാനായിട്ട് ഫറൂഖ് കോളേജ് അവർ കക്ഷി ചേരുന്നതിൽ വിസമ്മതം പ്രകടിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു അടുത്ത നടപടി എന്ന് പറയുന്നത് ജനുവരി 25 ഇതിൻ്റെ കേസിൻ്റെ ഈ അടുത്ത സിറ്റിംഗ് നടക്കുന്നത്. നേരത്തെ കോഴിക്കോടായിരുന്നു സിറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് കൊച്ചിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അടുത്ത സിറ്റിംഗ് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കൊച്ചി തന്നെ ആകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലുണ്ട്, പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ. എന്തായാലും അന്ന് ഹാജരാകുമ്പോൾ എന്താണ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നത് സംബന്ധിയായ കൃത്യമായ രേഖകൾ ഹാജരാക്കാനായിട്ട് സാധിക്കേണ്ടി വരും. അതോടൊപ്പം ഇന്ന് ട്രിബ്യൂണൽ ചോദിച്ചൊരു കാര്യം, ഈ സിദ്ദിഖ് സേട്ടിന് ഇത് പാട്ട വ്യവസ്ഥയിലാണ് കൈമാറിയതെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു വാദം തന്നെ നിലനിൽക്കില്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. കാരണം ഇതൊരു വഖഫ് എന്നൊരു ആശയത്തിലേക്ക് തന്നെ വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ രേഖകൾ വേണം. ഏത് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വേണം, ആധികാരികമായ രേഖകൾ വേണം. പ്രത്യേകിച്ച് ഇത് രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ഒരു കൈമാറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വ്യവസ്ഥാപിതമായ കൃത്യമായ അതിൻ്റെ രേഖകളടക്കം ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2002 ഡാനി, ഇതിലിപ്പോൾ മറ്റൊരു വാദം ഉന്നയിക്കപ്പെടുന്നത് ഇതിനു മുമ്പ് ഫാറൂഖ് കോളേജ് ഉന്നയിച്ചിരുന്ന വാദങ്ങളല്ല ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടെലിവിഷൻ ചർച്ചകളടക്കം നടക്കുമ്പോൾ നിയമവിദഗ്ധർ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞത് ഈ ഫറൂഖ് കോളേജിന് അടക്കം ഭൂമി കൈമാറുമ്പോൾ അതിന് ചില ഉപാധികൾ ഉണ്ട്. വഖഫായി നൽകുന്ന ഭൂമിക്ക് ഉപാധികൾ വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ഉപാധികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് വഖഫായി കണക്കാക്കാൻ പറ്റില്ല എന്ന് നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഫറൂഖ് കോളേജ് അടക്കം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കൂടുതൽ വാദങ്ങളിലേക്ക് കടക്കുകയാണോ ചെയ്യുന്നത്? ഫറൂഖ് കോളേജ് കൃത്യമായിട്ട് പറയുന്നത് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു ക്രയവിക്രയത്തിലേക്ക് അവർക്ക് പോകാൻ അതിനുള്ളൊരു സമ്പൂർണ്ണമായ ഒരു അധികാരം കാര്യങ്ങളുമെല്ലാം തന്നെ അവരിലേക്ക് വരുന്നു എന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വഖഫ് ഭൂമി അല്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ തുടക്കത്തിലെടുത്ത ആ നിലപാടിൽ തന്നെയാണ് അവർ നിലകൊള്ളുകയും ചെയ്യുന്നത്. ഇതിൽ തുടക്കത്തിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഉന്നയിച്ചിരുന്നൊരു വാദമുഖമുണ്ട്. ഈ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഇത് വഖഫിൻ്റേതാണെങ്കിൽ അതൊരിക്കലും ക്രയവിക്രയം ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഇത് കൈമാറുന്നത് വഖഫ് ചെയ്ത് കൊടുക്കുന്നത് പ്രത്യേക ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഒരു കോളേജ് ഫറൂഖ് കോളേജിൻ്റെ സ്ഥാപനത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് അത് ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നീട് അവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള കോളേജിൻ്റെ മറ്റേതെങ്കിലുമായ ഒരു ആവശ്യങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ അതിനനുസൃതമായ വഖഫിനനുസൃതമായ കാര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് മാത്രമേ അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത് തന്നെയാണ് ഫറൂഖ് കോളേജ് ഖണ്ഡിക്കുകയും ചെയ്യുന്നത്. കാരണം ഇത് വഖഫ് ഭൂമി അല്ല എന്ന രീതിയിൽ തന്നെയാണ് അവർ സമർത്ഥിക്കുന്നത്. നേരത്തെയും അവർ ആ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴും അവർ അത് തന്നെയാണ് പറയുന്നത്. ഇത് ഭൂമി വഖഫിൻ്റേത് അല്ല, ആ രീതിയിലുള്ളൊരു ഭൂമി അല്ല എന്ന് തന്നെ അവർ ആവർത്തിച്ച് അത് ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ സത്താർ സേഠിൻ്റെ കുടുംബം, അതായത് ഇപ്പോൾ ഉള്ള സിദ്ദിഖ് സേഠിൻ്റെ കുടുംബം അടക്കം അതിനെ എതിർക്കുന്നത്. ഇവർ ഈ ഒരു വാദം ഉന്നയിക്കുന്നത് അവർ ഈ വിഷയങ്ങളിൽ നിന്ന് തലയൂരാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇത് വഖഫിൻ്റേത് തന്നെയാണ്, കൃത്യമായ വ്യവസ്ഥകളോടുകൂടി തന്നെയാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇനി രേഖകൾ ഹാജരാക്കുമ്പോൾ തങ്ങൾക്കത് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത്. എന്തായാലും സിറ്റിംഗ് നടപടികൾ ഇപ്പോൾ അത് ഒരു ഘട്ടത്തിലേക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരർത്ഥത്തിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ 25 വരുമ്പോൾ ഈ രേഖകളടക്കം സമർപ്പിക്കേണ്ടതുണ്ട്. ജനുവരി 25 അപ്പോൾ ആ രേഖകളിൽ എത്രമാത്രം ആധികാരികമായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സ്ഥാപിച്ചു പോകാൻ കഴിയും, അത് ആർക്കായിരിക്കും അത്തരം കാര്യങ്ങളിൽ അവർ ഉന്നയിക്കുന്ന വാദങ്ങളിൽ മുറുകെ പിടിക്കാനായിട്ട് സാധിക്കുക, ട്രിബ്യൂണലിന് മുന്നിൽ അത് തെളിയിക്കാൻ സാധിക്കുക എന്നതാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ജനുവരി 25 ഇന്ന് മാത്രം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രിബ്യൂണലിന് മുൻപാകെ എത്തും എന്നതാണ് ഇനി കാണേണ്ടത്. എന്തായാലും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം അത് വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലമുണ്ട്. മുനമ്പത്ത് സമരസമിതിയുടെ പ്രതിഷേധം നിരവധി ആളുകളുടെ ജീവൽ പ്രശ്നമാണ്. പതിറ്റാണ്ടുകളായി ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ഭൂമിയിന്മേൽ ആണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇതിൽ ഒരു തരത്തിലും ഈ പ്രദേശവാസികൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ല എന്നാണ് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉറപ്പു നൽകുന്നത്. പക്ഷേ നിയമപരമായ ഒരു പോരാട്ടം തന്നെയാണ് ഈ വിഷയത്തിൽ പ്രസക്തമാകുന്നത് എന്ന് നിയമരംഗത്തുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം വാദപ്രതിവാദങ്ങൾ ഇമ്പോർട്ടൻ്റായി മാറുന്നത്. കാസർഗോഡ് ജില്ലയിൽ മണൽ മാഫിയയുമായി ബന്ധമുള്ള 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിക്ക് ശുപാർശ. ബേക്കൽ മേൽപ്പറമ്പ സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെയാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. മണൽക്കടത്ത് സംഘത്തിന്റെ ഫോൺ പിടികൂടിയപ്പോൾ ആണ് പോലീസുകാരുമായുള്ള ബന്ധം പുറത്തായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഈ കള്ളൻ കപ്പലിൽ തന്നെ എന്ന നിലയിൽ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഗുണ്ടാ മാഫിയ സംഘങ്ങളുമൊക്കെയായി വലിയ ബന്ധം പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സംവിധാനമാണ് ഈ മണൽ മാഫിയ എന്നും പറയേണ്ടി വരും. പലപ്പോഴും അവരുടെ വാഹനമൊക്കെ പിടിച്ചെടുക്കാനുള്ള നീക്കം
പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് അവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. സാധാരണ ഈ ഏജന്റുമാരെയൊക്കെ ഓരോ ഭാഗങ്ങളിൽ നിർത്തി പോലീസിന്റെ നീക്കങ്ങൾ അറിയുകയാണെങ്കിൽ ഇതിപ്പോൾ പോലീസിൽ നിന്ന് തന്നെ ഇവർക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു, ചോർന്നിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയാറുണ്ട്. അതാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കലും അതുപോലെ തന്നെ മേൽപ്പറമ്പ് ഈ രണ്ട് പോലീസ് സ്റ്റേഷനുകളായി നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് ഈ പ്രധാനമായും ഈ ചന്ദ്രഗിരി പാലം അതുപോലെ തന്നെ ഈ തീരദേശ പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിൽ മണൽ മാഫിയ സംഘങ്ങളുണ്ട്. ഈ മണൽ മാഫിയ സംഘ തലവരുമായി ഈ പോലീസ് സ്റ്റേഷനുകളിലെ 7 പോലീസുകാർക്ക് ബന്ധമുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇവർക്ക് ഈ പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടി സംബന്ധിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നതാണ് ഇവർക്കെതിരെ കൃത്യമായ തെളിവ് സഹിതം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ ഡിവൈഎസ്പി ആയ VV മനോജ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായ തെളിവുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ബേക്കൽ ഭാഗത്തുള്ള ഒരു മണൽക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു സംഘത്തലവനെ പോലീസ് പിടികൂടുന്നത്. ഇയാളെ പിടികൂടി ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ കൃത്യമായി കിട്ടിയത്. വാട്സാപ്പ് ചാറ്റുകൾ, അതായത് കൃത്യമായി ഈ ഓരോ ദിവസങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ ആരൊക്കെയാണ് ഡ്യൂട്ടിയിലുള്ളത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവർക്ക് ചോർത്തി കൊടുക്കുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ മെസ്സേജ്, ആ സന്ദേശം ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിനൊപ്പം വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മണൽ മാഫിയ വലിയ തോതിൽ അത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും വലിയ കേരളം ഞെട്ടിയ ഒരു വിധി വന്നത്. അതായത് ഈ മണൽ മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക കാരണം ഒരാളെ എതിരാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി അയാളുടെ തല പന്ത് പോലെ ഫുട്ബോൾ ഗ്രൗണ്ടിലിട്ട് തട്ടി ആ ഒരു കേസ്, അതിൽ വിധി വന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസം. അത്തരത്തിൽ ഈ ഉപ്പള, മഞ്ചേശ്വരം, കുമ്പള ഭാഗങ്ങളിലെല്ലാം വലിയ തോതിൽ മണൽ മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു. പലപ്പോഴും ഇവരെ പിടികൂടാൻ കഴിയാറില്ല. അതായത് രഹസ്യ വിവരം ഇവർക്ക് ലഭിക്കുമെങ്കിലും അവിടെ പോലീസ് എത്തുമ്പോഴേക്കും ഇവരെ പിടികൂടാൻ സാധിക്കാറില്ല. ഇതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സംശയം ബലപ്പെട്ടത്. ഇതോടെ ഈ ഫോൺ കൂടി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ 7 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് 2 ഡ്രൈവർമാർ ഉൾപ്പെടെ 7 പോലീസ് ഉദ്യോഗസ്ഥർ, ബേക്കൽ, മേൽപ്പറമ്പ് 2 പോലീസ് സ്റ്റേഷനുകൾ, അതായത് പ്രധാനമായും ഈ മണൽ മാഫിയയുടെ കേന്ദ്രം ഈ 2 പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ്. കാരണം ചന്ദ്രഗിരി പുഴ, നമുക്കറിയാം ചന്ദ്രഗിരി പുഴ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ പല ഭാഗങ്ങളിലും അനധികൃതമായി ഇത്തരത്തിൽ മണലെടുക്കുന്ന സംഘങ്ങൾ തന്നെയുണ്ട്. രാത്രി കാലങ്ങളിൽ, അതായത് രാത്രി മുതൽ പുലർച്ചെ വരെയാണ് ഈ സംഘങ്ങൾ മണൽ കടത്തുന്നത്. അതുപോലെ തന്നെ ലോറിയിൽ ഇത്തരത്തിൽ മണൽ കൊണ്ടുപോകുന്നത്. അത് കൃത്യമായി ഓരോ ഭാഗങ്ങളിലും പോലീസ് പരിശോധന, എവിടെയാണ്, ഏത് പോലീസുകാരാണ് ഡ്യൂട്ടിക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ഇവർ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ ഏതായാലും കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഇപ്പോൾ ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവി D. ശിൽപയ്ക്ക് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ വളവട്ടെന്നാണ് വലിയ വിവാദമുണ്ടായ ഇതേ സമാനമായ സംഭവം ഉണ്ടായത്. അതിൽ SI ഉൾപ്പെടെയുള്ള ഈ സംഘം ഇത്തരത്തിൽ മണൽ മാഫിയുമായി ബന്ധം സ്ഥാപിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഏതായാലും ആ കേസിൽ ഇവരെ സ്ഥലം മാറ്റിക്കൊണ്ട് നടപടി സ്വീകരിച്ചിരുന്നു. ഏതായാലും ഈ കേസിലേക്ക് വന്നാൽ ഈ 7 പോലീസുകാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നാണ് ഏതായാലും പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളൻ കപ്പലിൽ തന്നെ, അതുകൊണ്ട് തന്നെ ഈ കള്ളന്മാരെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യം പോലീസിനുണ്ടായിരുന്നു. പലപ്പോഴും രാത്രി ഉറക്കം വിളിച്ച് ഈ മണൽ മാഫിയക്കാരെ തപ്പാനായി, അവരെ പൊക്കാനായി ഇത്തരത്തിൽ പോലീസ് പോകുമെങ്കിലും കൃത്യമായി വിവരം ലഭിച്ച് ഇവർ മറ്റു വഴികളിലൂടെ സഞ്ചരിച്ച് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് മണൽ ലോറികൾ എത്തിക്കുന്ന അതായത് ബൈജു, എന്തായാലും ഇത്തരത്തിൽ ഈ മണൽക്കടത്ത് സംഘത്തിന്റെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് പോലീസുകാരുമായുള്ള ബന്ധം മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഓരോ ഓപ്പറേഷനുകളും പ്ലാൻ ചെയ്ത സമയം, ആ സമയത്താണോ ഇവരെ ബന്ധപ്പെട്ടത്, ഇതെല്ലാം അറിയാൻ സാധിക്കും. അതിനപ്പുറത്ത് അനധികൃതമാണ് മണൽക്കടത്ത് എന്നത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൃത്യമായൊരു പങ്ക് ഇവർക്ക് ലഭിച്ചിരുന്നു. ഇവരുടെ സാമ്പത്തിക സോഴ്സ് അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ, നിലവിലെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം കൂടി പരിശോധിക്കേണ്ടതായി വരില്ലേ? ഇങ്ങനെ മണൽ കടത്തുമ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് അതിൽ എത്ര ശതമാനം കമ്മീഷനാണ് ലഭിച്ചിരുന്നത്? അത് ഉറപ്പാണല്ലോ.
തീർച്ചയായും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോലീസ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങൾ കൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. നിലവിൽ ഈ പോലീസ് സ്റ്റേഷനിലുള്ള മുഴുവൻ വിവരങ്ങളും, അതായത് മണൽ മാഫിയക്ക് അനുകൂലമായ ഇവർക്ക് കിട്ടേണ്ട എല്ലാ വിവരങ്ങളും കൃത്യമായി ഇവരാണ് എത്തിച്ചു കൊടുത്തത് എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ പണം അതിന് പ്രത്യേക ഇടനിലക്കാർ തന്നെ ഈ പണം വാങ്ങാനും ഈ പോലീസുകാർക്ക് കൈമാറാനുമായി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നേരിട്ട് ഇവർക്ക് പണം കൊടുക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും നേരത്തെയും കണ്ടത്. അല്ലാതെ ബാങ്ക് വഴിയോ മറ്റോ അത്തരത്തിൽ ട്രാൻസാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അത് നേരിട്ട് നൽകുന്ന ഒരു സംവിധാനമാണ്. വലിയ തോതിൽ ഈ തരത്തിൽ പണം സമ്പാദിക്കുന്ന ഒരു അവസ്ഥ പോലീസിലെ ഒറ്റപ്പെട്ട വിഭാഗങ്ങൾക്ക് ഇടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അതായത് പ്രധാനമായും ഈ കുമ്പള, മഞ്ചേശ്വരം ഭാഗങ്ങളിലൊക്കെ നിരവധി അനധികൃത മണൽക്കടത്താണുള്ളത്. ഇതിനെതിരെ ജില്ലാ പോലീസ് മേധാവി ടി ശില്പ കാസർഗോഡ് ചുമതലയേറ്റതിനു ശേഷം വലിയ തോതിലുള്ള ഓപ്പറേഷൻ തന്നെ ഈ ഒരു മണൽക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. തോണി നശിപ്പിക്കുന്ന അവസ്ഥ പലപ്പോഴും ഈ പുഴയിലായതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവരുടെ വസ്തുക്കൾ, അതായത് തോണി ഉൾപ്പെടെ എഞ്ചിൻ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുക, അത് നശിപ്പിക്കുക, കടവുകൾ, ഇതിലുള്ള പ്രത്യേക റോഡ് അത് അടയ്ക്കുക, അത്തരം കാര്യങ്ങളിലേക്കായിരുന്നു പോലീസ് കടന്നത്. ഈ മണൽ ലോറി ഒരു കാരണവശാലും പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പോലീസിനുണ്ടായിരുന്നു. അത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തങ്ങളുടെ പക്കൽ നിന്ന് തന്നെ രഹസ്യങ്ങൾ ചോരുന്നു. അതാണ് ഈ മണൽ ലോറി ഇത്തരത്തിൽ പിടിക്കാൻ കഴിയാതിരുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഏതായാലും ആ സംഘത്തലവൻ, മണൽക്കടത്ത് സംഘത്തലവന്റെ മൊബൈലിൽ കൃത്യമായ മെസ്സേജുകൾ, അത് മാസങ്ങൾ നീണ്ട മെസ്സേജുകളൊക്കെ പോലീസിന് വീണ്ടെടുക്കാനായി ആ മെസ്സേജിലാണ് ഇത്തരത്തിൽ ഇന്ന് രാത്രി ഇന്ന ആളാണ് ഡ്യൂട്ടിക്കുള്ളത്, ഇന്ന ഇടങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, പോലീസിന്റെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം ഇവർക്ക് വാട്സാപ്പ് സന്ദേശം വഴി ഈ സംഘത്തലവനി ഇവർ കൈമാറിയിരിക്കുന്നു. അത് താഴേക്കിടയിലുള്ള മണൽക്കടത്തുകാർക്കൊന്നും ഈ ബന്ധം അറിയാത്ത രീതിയിലായിരുന്നു ഇവർ തമ്മിലുള്ള ഇടപാട്. അത് സംഘത്തലവൻ നേരിട്ടാണ് ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് എത്രത്തോളം പണം ഇതുമായി ബന്ധപ്പെട്ട്, ഈ മണൽ മാഫിയ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്, അത്തരം കാര്യങ്ങളിലുള്ള അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അച്ചടക്ക നടപടി ഉണ്ടാകും. ഇത് സംബന്ധിച്ച് എല്ലാ തെളിവുകൾ സഹിതം റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുമുണ്ട്. അഭിലാഷ്. നമ്മുടെ പ്രകൃതി വിഭവങ്ങളിൽ ഒന്നാണ് മണൽ. അത് അനധികൃതമായി കടത്തിക്കൊണ്ടു പോകുന്നവർക്ക് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ആണിപ്പോൾ പുറത്തുവരുന്നത്. ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല. പലപ്പോഴും കണ്ണുവെട്ടിച്ച, അതായത് പരിശോധനയ്ക്കും മറ്റുമൊക്കെ പോലീസ് സംഘം എത്തുമ്പോൾ അവരുടെ കണ്ണുവെട്ടിച്ച ഈ സംഘം രക്ഷപ്പെടുന്ന സാഹചര്യം ആണുള്ളത്. അതിനവർ ഏജന്റുമാരെ അടക്കം നിർത്തിയാണ് പലപ്പോഴും പോലീസിൻ്റെ വിവരങ്ങൾ അറിയാറുള്ളത്. എങ്കിൽ ഇതിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിവരങ്ങൾ ലഭിക്കുന്നത് സംവിധാനം, അത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നടപടിക്ക് ശുപാർശ വന്നിട്ടുള്ളത്. കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവ് ലിങ്കൺ ബിശ്വാസ് പിടിയിലായ ഡിജിറ്റൽ തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർ കസ്റ്റഡിയിൽ. 4 മലയാളികളും 2 ഉത്തരേന്ത്യൻ സ്വദേശികളും ആണ് കസ്റ്റഡിയിൽ ഉള്ളത്. കേസിൽ ഇവരുടെ പങ്ക് അന്വേഷിച്ച് പോലീസ് ഉത്തരേന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, അന്വേഷണം എവിടെയാണ് എത്തി നിൽക്കുന്നത്? അഭിലാഷ, ഈ തട്ടിപ്പിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് തന്നെയാണ് പോലീസ് ചെന്നെത്തുന്നത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇതിൽ കൂടുതൽ മലയാളികളുണ്ട് എന്ന വസ്തുത കൂടി പുറത്തു വരികയും ചെയ്യുന്നു. കാരണം ഇവരിലൂടെ ഈ നെറ്റ്വർക്ക് അത് വലിയൊരു ശൃംഖലയായിരുന്നു, അത് വലിയ കണ്ണികളായിരുന്നു അതിലുണ്ടായിരുന്നത് എന്ന രീതിയിലേക്ക് പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു അനുമാനമായിരുന്നെങ്കിൽ ഇപ്പോഴത് സ്ഥിരീകരിച്ചുകൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് എവിടെയെല്ലാം ആരെല്ലാമാണ് എന്നത് സംബന്ധിച്ച വ്യക്തമായൊരു രൂപത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നതാണ് ഇത് സംബന്ധിയായ ഏറ്റവും പുതിയ വിവരം. പോലീസ് നിലവിൽ UP അടക്കമുള്ള ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കാരണം ഇത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ളൊരു സംവിധാനങ്ങളെല്ലാം തന്നെ അത്തരമൊരു പ്ലാറ്റ്ഫോമുകൾ ചെയ്തു കൊടുക്കുന്നവരും കാര്യങ്ങളും എല്ലാം തന്നെ ഈ മേഖലയിൽ തന്നെ വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ഇവരെല്ലാം പരസ്പര ബന്ധിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുകയും ചെയ്യുന്നത്. ലിങ്കൺ ബിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഏതാണ്ട് 500ഓളം അക്കൗണ്ടുകൾ ഇയാൾ കൈകാര്യം ചെയ്തിരുന്നു
എന്നതാണ് പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇയാൾ ഈ പണം, ഇതിലൂടെ ലഭിച്ച പണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് വ്യക്തമായ രീതിയിലേക്ക് പോലീസ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിയായ കാര്യങ്ങൾ അറിയാനുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ബിറ്റ്കോയിൻ മാതൃകയിലേക്ക് രാജ്യത്തിന് പുറത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങളും ചിലപ്പോഴെല്ലാം തന്നെ അത് വിജയിക്കുകയും എല്ലാം തന്നെ ചെയ്ത ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിപുലമായ മാതൃകയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് ശൃംഖല പ്രവർത്തിച്ചിരുന്നത്. അതിൽ പലരും തന്നെയും അതിൽ ഇരകളാക്കപ്പെടുന്നു എന്നത് തന്നെയാണ്. ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ രാജ്യത്തെമ്പാടുമായിട്ട് വലിയ രീതിയിൽ കമ്മീഷൻ ഏജന്റ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ രീതിയിലുള്ള ഒരു ശൃംഖല ഇവർ വികസിപ്പിച്ചെടുത്തിരുന്നത്. കൊച്ചിയിൽ തട്ടിപ്പിനിരയാകുന്നത് റിട്ടയർഡ് അധ്യാപികയാണ്. അവരിൽ നിന്ന് 4.12 കോടി രൂപയാണ് അവരിൽ നിന്ന് തട്ടിയെടുത്തത്. അവർ ആ പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ അത് സംബന്ധിയായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇയാളുടെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ ചെന്നെത്തിയത്. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലാവുന്നത് മലപ്പുറത്തു നിന്നുള്ള 2 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത്. പക്ഷേ പോലീസിന് തുടക്കത്തിൽ തന്നെ മനസ്സിലായി ഇവർക്ക് ഇയാളെയോ അല്ലെങ്കിൽ ഇവരുടെ നെറ്റ്വർക്കിൻ്റെ ഒരു വ്യാപ്തി സംബന്ധമായ കാര്യങ്ങൾ സംബന്ധിച്ച് യാതൊന്നും തന്നെ അറിയില്ല. പക്ഷേ ഇവരതിൻ്റെ ഇടപാടുകാരിൽ കണ്ണികളാണ്. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്നതായിരുന്നു പോലീസ് അന്വേഷിച്ചിരുന്നത്. തുടർച്ചയായുള്ള അന്വേഷണമാണ് കൊൽക്കത്ത പോലീസിൻ്റെ അടക്കമുള്ള അന്വേഷണം അതിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് ലിങ്കൺ വിശ്വാസത്തിലേക്ക് എത്തുന്നത്. എന്തായാലും കൊൽക്കത്തയിലെ യുവമോർച്ച നേതാവായിരുന്ന ലിങ്കൺ വിശ്വാസിലേക്ക് ഈ ഘട്ടത്തിൽ അന്വേഷണം എത്തി. ഇയാളടക്കം അയാളുടെ ഒപ്പമുള്ള സുഹൃത്തുക്കളടക്കം ഇതിൽ പിടികൂടാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തു. അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം കേസുകളൊക്കെ, അതായത് ഈ ഡിജിറ്റൽ തട്ടിപ്പ് കേസുകൾ തെളിയിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമാണ്. അത് ആ പ്രതികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമൊക്കെ നൽകുന്ന ഒന്നാണ്. കാരണം പല തട്ടിപ്പുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ തട്ടിപ്പിന് ഇരകൾ ആക്കപ്പെടുന്നവർ കേരളത്തിലുള്ളവരാണെങ്കിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ സംഘം മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ആയിരിക്കും. കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘമൊന്നും ഇത്തരം തട്ടിപ്പുകാരെ തേടി എത്താറില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ ആത്മവിശ്വാസം ആണ് ഉള്ളത്. പക്ഷേ ഇവിടെ കേരള പോലീസ് അടക്കം വളരെ കൃത്യമായി ഈ പ്രതികളെ പിന്തുടരുന്നു, അവരുടെ രീതികളെ പിന്തുടരുന്നു. അങ്ങനെ കൃത്യമായ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അഭിലാഷ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ കേസിൽ അല്ലെങ്കിൽ ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ കേരള പോലീസ് തീർച്ചയായും സമൂഹത്തിൽ നിന്നൊരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവരെ ഇത്ര കണ്ട വേഗത്തിൽ പിന്തുടർന്ന് ആരും എത്താറില്ല. ഒരു സംസ്ഥാനത്തെ പോലീസും ഇവർക്ക് പിറകെ ഈ വേഗതയിൽ ചെന്നെത്തിയിട്ടില്ല എന്നത് തന്നെയായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന് ഇത്ര കണ്ട് വളരാനുള്ള ഒരു ആത്മവിശ്വാസം. അവർക്ക് അത് ഇന്ധനമായത് അത് തന്നെയാണ്. ആരും തങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും തങ്ങളിലേക്ക് എത്താനായിട്ട് വരുന്നില്ല. തങ്ങളുടെ ഒരു കണ്ണി പോലും പിടിക്കപ്പെടുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഒപ്പം അവരിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ട പണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് മോഷ്ടിച്ച പണം അത് ഒരിക്കലും തന്നെ തിരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നത് തന്നെയാണ് ഈ തട്ടിപ്പിൻ്റെ ശൃംഖല വ്യാപകമാകുവാനും അതിൽ കൂടുതൽ പേർ പങ്കാളികളാകുവാനും എല്ലാം കാരണമായത്. പക്ഷേ അടുത്തയിടെയായി കേരള പോലീസ് അത്തരം പതിവ് രീതികൾക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് ഈ രീതിയിലേക്ക് അപഹരിക്കപ്പെടുന്ന തട്ടിപ്പിനിരയാക്കപ്പെടുന്നവരിലേക്ക് വളരെ ഒരു അക്കാദമിക് മികവോടുകൂടി തന്നെ പോലീസിന് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവരിലേക്കെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഈ സൈബർ തട്ടിപ്പിൻ്റെ മേഖലകളിലേക്കെല്ലാം പോലീസിനെ കടന്നു ചെല്ലാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിനു മുൻപ് എറണാകുളം സെൻട്രൽ പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ ആ തട്ടിപ്പ് സംഘത്തിലെ അതിലെ മുഖ്യ ആസൂത്രകൻ തന്നെ അയാളായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള അക്കൗണ്ടുകളടക്കം ഈ പല ഭാഗങ്ങളിലായിട്ട് അവരെ ഹാക്ക് ചെയ്യുക, അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക, അതിൻ്റെ ഒരു ഏജൻറ്റ് പോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളെയാണ് പോലീസ് അയാളെ ഡൽഹിയിൽ നിന്ന്, ഷോപ്പിംഗ് മാളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അയാൾക്കൊപ്പം മറ്റു പ്രതികൾ പിന്നീട് പിടിയിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മേഖലയാക്കുന്ന പലർക്കും കേരള പോലീസ് ഇപ്പോൾ ഭീഷണിയാവുന്ന രീതിയിലേക്ക് തന്നെയാണ് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ലിങ്കൺ വിശ്വാസിൻ്റെ അറസ്റ്റും ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. അഭിലാഷ്, യെസ്, അതാണ് സൈബർ തട്ടിപ്പുകൾ, ഡിജിറ്റൽ തട്ടിപ്പുകൾ എന്നത് വ്യാപകമാണ്. നമ്മുടെ സംസ്ഥാനത്ത് അടക്കം നിരവധി ആളുകൾ ആണ് ഇത്തരത്തിൽ തട്ടിപ്പിന് വിധേയരായിക്കൊണ്ട് ഇരിക്കുന്നത്.
അപ്പോഴും തട്ടിപ്പുകൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം തന്നെ ആണ് ഉള്ളത്. പലതരത്തിൽ ആണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. ഡിജിറ്റൽ ഉപയോഗം വർദ്ധിച്ച ഒരു പശ്ചാത്തലമുണ്ട്, ഡിജിറ്റൽ സാക്ഷരത വർദ്ധിച്ച പശ്ചാത്തലമുണ്ട്. കേരളത്തിലടക്കം നിരവധി ആളുകൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒക്കെ സാമ്പത്തിക ഇടപാടുകൾക്കുമൊക്കെയായി പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതിനെയെല്ലാം മറയാക്കിക്കൊണ്ട് അവസരമാക്കിക്കൊണ്ടാണ് ഡിജിറ്റൽ തട്ടിപ്പുകൾ വ്യാപകമായിരിക്കുന്നത്. അതിൽ പ്രതികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്ന്, ഇത്തരം കേസുകളിൽ പ്രതികളിലേക്ക് അന്വേഷണ സംഘങ്ങൾ എത്താറില്ല എന്നുള്ളതാണ്. പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇത്തരം കുറ്റകൃത്യങ്ങൾ അത് ഗൗരവമായി കാണുന്നു. കൂടുതൽ തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ അതിന് തടയിടേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകാരെ നമ്മുടെ പോലീസ് സംവിധാനം പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. മാർക്കോയുടെ വ്യാജപ്പതിപ്പ് പ്രചരിപ്പിച്ചയാൾ അറസ്റ്റിലായി. അക്യുബ് ഹനാൻ എന്ന യുവാവ് ആണ് ടെലഗ്രാം വഴി സിനിമയുടെ ലിങ്ക് പ്രചരിപ്പിച്ചത്. കൊച്ചി സൈബർ പോലീസ് ആണ് ഇയാളെ പിടികൂടിയത്. ആലുവയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ടോം കുര്യാക്കോസ് ആണ് ചേരുന്നത്. ടോം, ഈ ചിത്രം പകർത്തിയ അല്ലെങ്കിൽ പ്രചരിപ്പിച്ച യുവാവിന്റെ പശ്ചാത്തലം വ്യക്തമായിട്ടുണ്ടോ? അഭിലാഷ്, ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തു വന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഒരാളെ, അതായത് ആലുവ സ്വദേശിയായ യുവാവിനെ എറണാകുളം സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആലുവ സ്വദേശിയായ അക്യൂബ് ഹനാൻ എന്ന 21-കാരനാണ് പിടിയിലായത്. അതായത് ആലുവയിൽ നിന്നാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രതിയെ ആദിഖ് ഹനാൻ ആണ് ഇൻസ്റ്റഗ്രാം വഴി സിനിമയുടെ ലിങ്ക് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയായിരുന്നു സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമയുടെ നിർമ്മാതാവ് നൽകിയ പരാതിയെ തുടർന്ന് തീർക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, നേരത്തെ ഈ പാപ്പാഞ്ഞിയുടെ നിർമ്മാണം നിർത്തിവെക്കണം, അതിനെ നീക്കം ചെയ്യണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് കോടതിയിൽ നിന്നടക്കം ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നീക്കണം എന്ന് ആവശ്യപ്പെടുന്നത് എന്നതൊക്കെ. എന്തായാലും ഇപ്പോൾ സംഘാടകർക്ക് അനുകൂലമാകുന്ന ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തൊക്കെയാണ് കോടതി നിർദ്ദേശങ്ങൾ? അഭിലാഷ, ഇതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി ഇതിന്റെ പാപ്പാഞ്ഞിയുടെ സംഘാടകർ ഗാലാഡി ഫോർട്ട് കൊച്ചിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയുടെ, പോലീസ് നടപടിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം പോലീസ് കൈക്കൊണ്ടതെന്ന് വ്യക്തമാക്കണമെന്ന് കോടതി അറിയിച്ചിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റിയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും അനുമതി ലഭിച്ചാൽ പിന്നെ എന്താണ് പാപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള തടസ്സമെന്ന് പോലീസ് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 50 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയായിരുന്നു ഗാലാഡി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഉയർത്തിയിരുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. അതായത് കാർണിവൽ ഓഫ് കൊച്ചിക്ക് മാത്രമേ ഇത് അനുമതിയുള്ളൂ. ഫോർട്ട് കൊച്ചിയിൽ ഗാലാഡി ഫോർട്ട് കൊച്ചിക്ക് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി ഇല്ല എന്നായിരുന്നു ഇവർക്ക് നൽകിയിരുന്ന നോട്ടീസിൽ പോലീസ് നൽകിയിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് 2 പാപ്പാഞ്ഞികളെ കത്തിക്കുന്നതിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസ് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയിരുന്നത്. അതാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഗാലാഡി ഫോർട്ട് കൊച്ചി ഹൈക്കോടതിയിൽ ഹർജി നൽകിയപ്പോൾ ആ ഹർജി പരിഗണിക്കവേ ഇത്തരത്തിൽ എന്ത് മാനദണ്ഡമാണ് പോലീസിന് ഇത് തടയാൻ വേണ്ടി പോലീസ് മുന്നോട്ട് വെച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജി ഇന്ന് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ഗാലാഡി ഫോർട്ട് കൊച്ചിക്ക് പാപ്പാഞ്ഞിയെ കത്തിക്കാം, ബാരിക്കേഡുകൾ, അതിനു ചുറ്റും സുരക്ഷാ വലയങ്ങൾ തീർക്കുന്ന ബാരിക്കേഡുകൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം തീർച്ചയായും ആജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ പോലീസ് ആയിരുന്നു ഇതിലൊരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് പോലീസ് ഉയർത്തിക്കാണിക്കുകയും ചെയ്തിരുന്നത്. മറ്റ് ഇടങ്ങളിൽ, അതായത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ എന്നത് വലിയ ആഘോഷം തന്നെയാണ്. ന്യൂ ഇയർ ദിനത്തിൽ നിരവധി ആളുകൾ, യുവാക്കളും കുട്ടികളും സ്ത്രീകളും ഒക്കെ അടക്കമുള്ള ആളുകൾ പുറത്ത് ഇറങ്ങുന്ന, അതായത് ന്യൂ ഇയർ സമയത്ത് രാത്രി പുറത്തിറങ്ങുകയും അങ്ങനെ ഒരു ആഘോഷരാവാക്കി അതിനെ മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നു എന്നത് തന്നെ ഒരു ന്യൂ ഇയർ കാർണിവലിന്റെ ഭാഗമാണ്, ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമാണ്. പുതുവത്സരത്തെ ഫോർട്ട് കൊച്ചിക്കാർ അങ്ങനെയാണ് വരവേൽക്കാറുള്ളത്. അത് കാലങ്ങളായുള്ള ഒരു രീതിയാണത്. ഇത് കാണുവാനൊക്കെ നിരവധിയായ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആണ് അവിടേക്ക് എത്താറുള്ളത്. അവരെ നിയന്ത്രിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ചില
സാധ്യതകൾ ആണ് പോലീസ് മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ആയിരുന്നു ഈ ഒരേ സമയം തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന പോലീസിന്റെ നിരീക്ഷണം നടത്തിയത്. പ്രത്യേകിച്ച് പരേഡ് ഗ്രൗണ്ടിലും ഇതേ സമയത്ത് തന്നെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വിവിധ ഇടങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ആജ്ഞ അതെല്ലാം തള്ളിക്കളയുന്നു കോടതി എന്നല്ലേ നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം കഴിഞ്ഞ 18-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് മട്ടാഞ്ചേരി SP ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം മീഡിയയ്ക്ക് തന്നത്. അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഗാലാഡി കൊച്ചി ഈ ഒരു പാപ്പാഞ്ഞിയെ നിർമ്മിച്ചിരിക്കുന്നത്. 50 അടി ഉയരമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു. പക്ഷേ കാർണിവൽ ഗ്രൗണ്ടിലുള്ള പാപ്പാഞ്ഞിക്ക് 30 അടിയിലേറെ ഉയരമുണ്ട് താനും. പക്ഷേ ഹൈക്കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ എത്ര കിലോമീറ്ററിന്റെ അകലമുണ്ട്? 2 കിലോമീറ്ററിലധികം അകലമുണ്ടെങ്കിൽ പിന്നെ ഇത് കത്തിക്കുന്നതിന് എന്താണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത്? അതായത് ഏതെങ്കിലും തരത്തിൽ ഇവർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് കൃത്യമായി വ്യക്തമാക്കണം. അത് ഏത് ചട്ടം അനുസരിച്ചിട്ടാണ് ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് വിലക്ക് നൽകിയതെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടണമെന്ന് 24-ാം തീയതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഗാലാഡി ഫോർട്ട് കൊച്ചി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ആ ഹർജി പരിഗണിക്കുമ്പോൾ 24-ാം തീയതി തന്നെ കോടതി ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ വിശദീകരണം നൽകണമെന്ന് പറഞ്ഞിരുന്നു. തുടർന്നാണ് ഇന്ന് ആ ഹർജി 27-ാം തീയതിക്ക്, അതായത് ഇന്നത്തേക്ക് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. ഇന്ന് വീണ്ടും അത് പരിഗണിക്കുമ്പോഴാണ് ഈ ഗാലാഡി ഫോർട്ട് കൊച്ചിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഫോർട്ട് കൊച്ചിയിൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന ആചാരക്രമമാണ് തന്നെ ന്യൂ ഇയറിനെ ആഘോഷിക്കുന്നത് പാപ്പാഞ്ഞിയെ കത്തിച്ചാണ്. അത് 200-ലധികം ചെറുതും വലുതുമായി. തീർച്ചയായും എന്തായാലും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം, അവർക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. പാപ്പാഞ്ഞിയെ കത്തിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത്. ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഉള്ള അനുമതിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് ഈ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിപ്പിക്കണം, അവിടെ നിന്ന് പാപ്പാഞ്ഞിയെ നീക്കം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഷയം കോടതിയിലേക്ക് എത്തിയത്. രാജ്യത്തിന് ദിശാബോധം നൽകിയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി. ഉദാരവൽക്കരണ നയങ്ങളിലൂടെ സാമ്പത്തിക രംഗത്തിന് പുതിയ ജീവൻ നൽകിയ പ്രഗത്ഭനായ ധനകാര്യ വിദഗ്ധൻ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ വസതിയിൽ എത്തിയിരുന്നു. അന്ത്യകർമ്മങ്ങൾ നാളെ രാജ്ഘട്ടിന് സമീപത്താണ് നടക്കുക. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് പൊതുദർശനത്തിനായി എത്തിക്കുകയും ചെയ്യും. മനു ഭരത്താണ് ചേരുന്നത്. മനു, സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ക്യാബിനറ്റ് ചേർന്നിരുന്നു. ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത്? എപ്പോഴാണ് പൊതുദർശനം, AICC ആസ്ഥാനത്തെ പൊതുദർശനം ആരംഭിക്കുക? അഭിലാഷ്, നാളെ രാവിലെ 9:30 AICC ആസ്ഥാനത്ത് പൊതുദർശനം ആരംഭിക്കും. അവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഔദ്യോഗികമായുള്ള ഔപചാരിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. 21 ആചാര വെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും എന്നതും വ്യക്തമാണ്. മൃതദേഹം ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പുതപ്പിച്ചുകൊണ്ട് ഔദ്യോഗിക ബഹുമതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ക്യാബിനറ്റ് ചേർന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് അഗാധമായ ദുഃഖം ഇന്ന് ചേർന്ന ക്യാബിനറ്റ് ഈ മന്ത്രിസഭാ യോഗം ഈ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായും രാജ്യം 7 ദിവസം തുടർച്ചയായ ദുഃഖാചരണത്തിലാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പല പരിപാടികളും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം റദ്ദ് ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു വർക്കിംഗ് കമ്മിറ്റി ഇന്ന് വൈകുന്നേരം ചേരും. ഈ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുന്നതിനും അതുപോലെ അവരുടെ ദുഃഖം പങ്കുവയ്ക്കുന്നതിനും ആയുള്ള ഒരു യോഗം വൈകുന്നേരം ചേരും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ നടന്നിരുന്ന ബലഗാവിയിൽ നടന്നിരുന്ന CWC പ്രത്യേക യോഗം അത് റദ്ദാക്കി. അവിടെ ഇന്ന് നടക്കേണ്ടിയിരുന്ന ജയ് ഭീം ജയ് ബാപ്പു ജയ് സംവിധാൻ റാലിയൊക്കെ മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് രാജ്യം മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. നാളെ
ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രിയും ഒക്കെ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതുപോലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അങ്ങനെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രമുഖരും അവിടെ എത്തുകയും മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ആയി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വരികയും ചെയ്തു. സ്വാഭാവികമായും രാജ്യത്തിനൊരു വലിയ ദീർഘവീക്ഷണമുള്ള ഒരു പ്രതിഭാശാലിയാണ് നഷ്ടമായത് എന്ന പ്രയോഗം തന്നെയാണ് മിക്ക ആളുകളിൽ നിന്നും ഉണ്ടായത്. പ്രധാനമന്ത്രി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് വളരെ താഴെത്തട്ടിൽ നിന്നും ഔന്നത്യങ്ങളിലേക്ക് കഠിനാധ്വാനം കൊണ്ട് കയറാൻ കഴിഞ്ഞ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പുതിയ തലമുറയ്ക്കൊരു മാതൃകയാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എല്ലാ കാലത്തും രാജ്യം ഓർക്കും എന്ന് ദ്രൗപദി മുർമുവും പറയുന്നു. പ്രിയങ്ക ഗാന്ധിയാകട്ടെ ആത്മാർത്ഥതയുടെയും വിശ്വസ്തതയുടെയും ഒക്കെ പ്രതീകമായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഒരു ഊർജം പകരുന്ന, എല്ലാവർക്കും പുതിയ ആവേശം പകരുന്ന ഒരു നീക്കമായിരിക്കും എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വരാനിരിക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ എപ്പോഴും തല ഉയർത്തി നിൽക്കും എന്നും എല്ലാ കാലത്തും തല ഉയർത്തി നിൽക്കും എന്ന് പ്രിയങ്ക എക്സിൽ കുറിക്കുന്നു. അങ്ങനെ രാജ്യമെമ്പാടുമുള്ള വിവിധ രാഷ്ട്രീയ ചേരികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുള്ള ആളുകൾ ഒരേപോലെ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനെ, മൻമോഹൻ സിംഗ് എന്ന ധനകാര്യ മേഖലയിൽ തൻ്റെ പ്രാഗൽഭ്യം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കാലത്തിന് മുൻപേ കാര്യങ്ങൾ കണ്ടെത്തിയ ഒരു ദീർഘവീക്ഷണമുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരു പ്രതിഭാശാലി എന്ന നിലയിൽ അദ്ദേഹത്തെ ഓർക്കുകയാണ്. തീർച്ചയായും രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി, ലോകമറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ് രാജ്യം. ഇതേ വാർത്തയുടെ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിലും ഉൾപ്പെടുത്തുന്നു. സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അപ്ഡേറ്റ്സുമായി അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.